പ്രിയ കുട്ടികളെ, അർദ്ധവാർഷിക പരീക്ഷ 15-ാം തീയതി തിങ്കളാഴ്ച തുടങ്ങും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രവർത്തനങ്ങൾ റിവിഷൻ ചെയ്യുവാണ്. ആരും ഫോൺ നോക്കിയിരിക്കേണ്ട. ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിട്ട് അതിനകത്ത് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കൊക്കെ തുറന്നു വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ വർക്കാണ് ടീച്ചർ ചെയ്യുന്നത്. പേജ് നമ്പർ 42-ാമത്തെ പേജ് എടുക്കുക. അതിനകത്ത് 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതുപോലെ പരീക്ഷയ്ക്കും ചിത്രങ്ങൾ തരും. അപ്പോൾ നിങ്ങൾക്കത് എഴുതാൻ കഴിയണം. എഴുതണം, അല്ലാതെ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, എഴുതി പഠിക്കണം. മീനിന് എന്താ പറയുക? മച്ചലി. മച്ചലി, മച്ചലി. ഞണ്ടിന് എന്താ പറയുക? കേക്കട. കേക്കട, കേക്കട. ഡായുടെ താഴെ ഒരു ബിന്ദു ഇടണം. കേക്കട. മരത്തിന് എന്താ പറയുക? പേട്. പേട. പായുടെ മുകളിലാണ് വര വേണ്ടത്. ഡായുടെ മുകളിൽ വരയിട്ടാൽ പടയെന്നാണ്, തെറ്റാണ്. പായുടെ മുകളിലാണ് എയുടെ ചിഹ്നം വേണ്ടത്. പേട്. അടുത്ത പേജ് നമ്പർ 43 നോക്കുമ്പോൾ വഴി കണ്ടെത്താനുണ്ട്. ഇപ്പോൾ വഴി കണ്ടെത്താനുള്ളതൊന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല. ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ ഗുശി ഔർ ബാളാണ്. ഇതെന്താണ്? താലാബ്. ചിത്രത്തിൽ കുളം കണ്ടാൽ അതിൻ്റെ അർത്ഥം താലാബ് എന്ന് എഴുതണം. താലാബ്, താലാബ്. അടുത്തത് ഇതെന്താണ്? ടോക്കരി. കൊട്ടയ്ക്ക് എന്താ പറയുക? ടോക്കരി, ടോക്കരി. ടേക്കരി അല്ല, ടോക്കരി. വീടിനെന്താ പറയുക? ഘർ. വീടിനെന്താ പറയുക? ഘർ. ഗർ. ഇനി ഇവിടെ ചോദിക്കുന്നത് ഗുശി ഔർ ബാൾ കഹാം ജ. എവിടെയാണ് പോകുന്നത്? ബൂശിയും ബോളും താലാബ്, കുളത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നദിയിൽ പോയി എന്നാണ് പാഠഭാഗത്ത് പഠിക്കുന്നത്. ഇവിടെ താലാബ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ താലാബ് എന്ന് എഴുതുക? താലാബ, താലാബ്, താലാബ്, കുളം. നോക്കുക, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിത്രം തന്ന് എഴുതാനായിട്ട് തരും. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, മരമുണ്ട്, കുരങ്ങനുണ്ട്, മീനുണ്ട്, തവളയുണ്ട്, കൊക്കുണ്ട്, അങ്ങനെ ആകാശമുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. വെള്ളമുണ്ട്, ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. യഹ് ക്യാഹെ, ഇത് എന്താണ്? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. യഹ് ക്യാഹെ, ഇത് എന്താണ്. യഹ് കോൻഹെ, ഇത് ആരാണ്. യഹ് കോൻഹെ, ഇത് ആരാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് പലതും എഴുതാൻ കഴിയും. പക്ഷെ സെൻറ്റൻസ് എഴുതുമ്പോൾ കംപ്ലീറ്റ് ആയിരിക്കണം. വെറുതെ മേണ്ടക്ക് ബഗുല എന്ന് എഴുതിയാൽ അതൊരു സെൻറ്റൻസ് ആവില്ല. സെൻറ്റൻസ് എഴുതണമെങ്കിൽ യഹ് താലാബ് ഹെ, യഹ് താലാബ് ഹെ, ഇത് കുളമാണ്. അപ്പോൾ യഹ് ക്യാ ഹെ, യഹ് താലാബ് ഹെ, ഇത് കുളമാണ്. ഇങ്ങനെ തന്നെ സെൻറ്റൻസ് എഴുതണം. അതുപോലെ ഇത് കുരങ്ങനാണെന്ന് എങ്ങനെയാണ് നമ്മൾ എഴുതുക? യഹ് ബന്ദർ ഹെ, യഹ് കോൻ ഹെ, യഹ് ബന്ദർ ഹെ, ഇത് കുരങ്ങനാണ്. യഹ് ക്യാ ഹെ, ഇതെന്താണ്? ഇത് മരമാണ്. എങ്ങനെ എഴുതും? യഹ് പേട് ഹെ, ഇത് മരമാണ്. ഹേ വരണം. അല്ലാതെ നിങ്ങൾ യഹ് താലാബ്, യഹ് ബന്ദർ, യഹ് പേട് എന്ന് എഴുതിയാൽ ഒന്നും മാർക്ക് കിട്ടില്ല. സെൻറ്റൻസ് പൂർണ്ണമായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. യഹ് താലാബ് ഹെ, ഇത് കുളമാണ്. യഹ് ബന്ദർ ഹെ, ഇത് കുരങ്ങനാണ്. യഹ് പേട് ഹെ, ഇത് മരമാണ്. യഹ് മച്ചലി ഹെ, ഇത് മീനാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ എഴുതി പഠിക്കുക. താലാബ് എഴുതി പഠിക്കണം. ബന്ദർ, പേട്, മച്ചലിയൊക്കെ വായിച്ച് പഠിച്ചാൽ മാത്രം പോരെ, എഴുതി പഠിക്കണം. ഓരോ സെൻറ്റൻസ് എഴുതി കഴിയുമ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടണം. ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ സ്റ്റോപ്പ് ഇവിടെയാണ്. എഴുതി വന്നപ്പോൾ ഇവിടം വരെ എത്തിയ ഫുൾ സ്റ്റോപ്പ് സെൻറ്റൻസ് കഴിയുമ്പോൾ ഇടണം. അടുത്ത് നോക്കിക്കോളൂ, നിറങ്ങളാണ്. നമ്മൾ ആദ്യ പാഠത്തിലൊക്കെ നിറങ്ങൾ പഠിച്ചതാണ്. ഇവിടെ കുറേ ജീവികളൊക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. യഹ് കോൻ ഹെ, ഇതാരാ? മേണ്ടക്ക് അല്ലേ? മേണ്ടക്ക്, തവള. ഇതോ കച്ചുവ, ആമ. കച്ചുവ, ആമയ്ക്ക് എന്താ പറയുക? കച്ചുവ. ഇതാരാ? മച്ചലി, മച്ചലി, മച്ചലി. ഇത് ഫൂൽ, 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 ഫൂൽ. ഇത് കൗവ, കൗവ. കാക്കയ്ക്ക് എന്താ പറയുക? കൗവ. അപ്പോൾ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. കച്ചുവ, ആമ. കച്ചുവ, മച്ചലി, മേണ്ടക്, ഫൂൽ, കൗവ. എന്നിട്ട് വായിച്ചു തരാം. കച്ചുവ,
മച്ചലി, മേണ്ടക്, ഫൂൽ, കൗവ. ഈ നിറങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നിറങ്ങൾ തന്നിട്ട് നിങ്ങളോട് എഴുതാൻ പറയും. ഏത് നിറങ്ങളാണ് ബ്രാക്കറ്റിൽ നിന്ന് എഴുതാൻ പറഞ്ഞാൽ അറിയണം. ഇത് ബ്രൗൺ കളറാണ്, കാപ്പി കളർ പോലെ ഉള്ള ബ്രൗൺ കളറാണിത്. അതിനാണ് ബൂര. ബ്രൗൺ കളറിന് എന്താ പറയുന്നത്? ബൂര. മഞ്ഞയ്ക്ക് പറയുന്നതാണ് പീല. മഞ്ഞയ്ക്ക് പറയുന്നത് പീല. ദീർഘം ഇട്ടാതെ നിങ്ങൾ പീൽ എഴുതിയ ടീച്ചർ മാർക്ക് തരില്ല. ബൂര, ദീർഘം ഇടണം. ബൂര ബ്രൗൺ. പീല മഞ്ഞ. ഹര, ചില കുട്ടികൾ കഴിഞ്ഞ വരിക്ക് ഹർന്ന് എഴുതും. നോ, ദീർഘം. ഹര പച്ച. ലാൽ ചുവപ്പ്. ലാൽ എന്നുള്ളതിന് ലാലാന്ന് എഴുതിയ മാർക്ക് കിട്ടുമോ? ഇല്ല. ഇതിനാണ് എഴുതി പഠിക്കണം എന്ന് പറയുന്നത്. ലാൽ ചുവപ്പ്. കാല കറുപ്പ്. ഭൂര ബ്രൗൺ. പീല മഞ്ഞ. ഹര പച്ച. ലാൽ ചുവപ്പ്. കാല കറുപ്പ്. ഇവിടെ നമ്മൾ നമ്പേഴ്സാണ് പഠിക്കുന്നത്. ഇവിടെ 1, 2, 3, 4, 5 വരെയുള്ള നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുപോലെ ചിത്രങ്ങൾ തരും. നിങ്ങൾ എണ്ണി തന്നെ എഴുതണം. ബ്രാക്കറ്റിൽ ചിലപ്പോൾ ഇതുപോലെ ഉത്തരങ്ങൾ ഉണ്ടാകും. ബ്രാക്കറ്റ് ഇല്ലെങ്കിലും നിങ്ങൾ എഴുതാനായിട്ട് പഠിക്കണം. 1 മുതൽ 10 വരെ നമ്മുടെ പാഠഭാഗത്തുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിക്കണം. 1, 2, 3, 4, 5. ചന്ദ്രബിന്ദു ദീർഘത്തിൻ്റെ മുകളിലാണ് ഇടേണ്ടത്. ദോയുടെ ദീർഘത്തിൻ്റെ മുകളിലാണ് ഓയുടെ ചിഹ്നം സ്റ്റാൻഡിങ് ലൈനും ഒരു വരിയും വള്ളിയായിട്ട് തന്നെ ഇടണം. ചർന്നല്ല, ചാർ. 1, 2, 3, 4, 5. ഇനി ഇവിടെ നമുക്ക് നോക്കാം. കിത്തനെ ബന്ദർ ഹേ? ഏക്ക് ബന്ദർ, ഒരു കുരങ്ങൻ. കിത്തനെ കച്ചുവാ ഹേ? 2 കച്ചുവേ. നമ്മൾ എണ്ണി നോക്കണം. 1, 2, 2 കച്ചുവേ. കിത്തനെ ബഗുലെ ഹേ? 1, 2, 3 ബഗുലെ. कितने मछलियाँ है? 1, 2, 3, 4 मछलियाँ, 4 मीनुകൾ. कितने फूल हैं? 1, 2, 3, 4, 5 फूल, 5 പൂക്കൾ. 1, 2, 3, 4, 5. ഇവിടെ നമുക്ക് കാണാം കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. സുബഹ്, ചിടിയ, തിൻക, ഗർ, കലിയാം, പേട്, രാത്, ധൂപ്, ഗുഷി. ഒന്നുകൂടെ വായിക്കാം. സുബഹ്, ചിടിയ, തിൻക, ഗർ, കലിയാം, പേട്, രാത്, ധൂപ്, ഗുഷി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് അക്ഷരങ്ങൾ വെച്ചുള്ള വാക്ക് കണ്ടെത്താനാണ്. അപ്പം ച വെച്ച് ഇവിടെ ചിടിയ കണ്ടെത്തിയിട്ടുണ്ട്. ചിടിയ. ഇനി രണ്ടാമത്തെ കാ വെച്ച് കലിയാം. ബ്രാക്കറ്റിൽ നിന്ന് എഴുതുമ്പോൾ അക്ഷരത്തെറ്റ് വന്നാൽ മാർക്ക് കിട്ടില്ല. ശ്രദ്ധയോടെ എഴുതണം വള്ളി പുള്ളികളൊക്കെ. കാ വെച്ച് കലിയാം. താ വെച്ച് തിൻക. രാ വെച്ച് രാത്ത്, രാത്രി. തിൻക എന്ന് പറഞ്ഞാൽ പുൽക്കൊടി, കലിയാം പൂമുട്ടുകൾ, ചിടിയ പക്ഷി. രാത്ത് എന്ന് പറഞ്ഞാൽ നൈറ്റ്, രാത്രി. സാ വെച്ച് സുബഹ്, മോർണിംഗ്, രാവിലെ. പാ വെച്ച് പേട്, മരം. ഗ, ഈ അക്ഷരം ഗായാണ്, ഈ അക്ഷരം ദായാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഈ ഗ ഘടികാരത്തിൻ്റെ ഗായാണ്. ഘനം, ഘടികാരം. പക്ഷേ ഇത് ദായാണ്. ധനം, ധനവാൻ എന്നതിൻ്റെ ദായാണ്. മാറിപ്പോവരുത്. അപ്പോൾ ഗ വെച്ച് ഗർ. ഗ വെച്ച് ഗർ, വീട്. ഈ ഘ വെച്ചിട്ടോ ഇത് നഖം, മുഖം, സുഖം എന്നുള്ളതിൻ്റെ ഘായാണ്. ഈ ഘ വെച്ചിട്ടോ ഇവിടെ നോക്കാം നമുക്ക്. ദാ ഗുശി. ഘ വെച്ച് ഗുശി. ഇനി ദാ വെച്ച് നമ്മൾ പഠിച്ചതാണ് ധൂപ്.